നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ ശ്രീശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ നിർവഹിച്ചു. പെരുമ്പള്ളിശ്ശേരി CIS അക്കാദമി വിജയോത്സവം സംഘടിപ്പിച്ചു. ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിൽ അനധികൃതമായി കാറിൽ കടത്തിയ മദ്യവുമായി യുവാവിനെ പോലീസ് പിടികൂടി. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ ശ്രീശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. പുലർച്ചെ ചുറ്റുവിളക്ക് നടന്നു. തുടർന്ന് പഞ്ചരത്ന കീർത്തനാലാപനവും തൃശൂർ രാമകൃഷ്ണൻ മാസ്റ്ററും സംഘവും അവതരിപ്പിച്ചു. തുടർന്ന് മുറജപത്തോടു കൂടിയുള്ള കളഭാഭിഷേകം, തുടർന്ന് ശ്രീഭൂതബലി, പ്രസാദൂട്ട്, ഉച്ചതിരിഞ്ഞ് 5 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, പാഞ്ചാരി മേളം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് നിരവധി ഭക്തർ പങ്കാളികളായി. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് രോഗികൾക്ക് മാത്രമല്ല, ആ കുടുംബങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനും, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ SLC +2 കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങുകളും എല്ലാം തന്നെ ഈ സ്വാതന്ത്ര്യ കൂട്ടായ്മ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്ന യോഗ ക്ലാസ്, നമ്മുടെ മാഷ് വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പള്ളിപ്പുറം തന്നെ അറിയാലോ നിങ്ങൾക്ക്, അപ്പുറത്തെ ഭാഗത്തൊക്കെ 70-ൽ കൂടുതൽ ആളുകളെ യോഗ ക്ലാസ് നടത്തുന്നുണ്ട് മാഷ്. അപ്പൊ നിങ്ങൾക്കും ഈ ഭാഗത്തും നല്ലൊരു കൂട്ടായ്മ ഉണ്ടാവാൻ സാധിക്കട്ടെ. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ പ്രസിഡന്റ് PB സുധീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പുറം ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും, പ്രായമായവരെയും കിടപ്പ് രോഗികളെയും ചേർത്ത് പിടിക്കുന്ന ഉദ്യമമാണ് പള്ളിപ്പുറം സ്വാതന്ത്ര്യ കൂട്ടായ്മ. ഇതിൽ ഡോക്ടർ സേവനം, PSC പരിശീലനം, യോഗ, തൊഴിൽ പരിശീലനം, ഗ്രാമീണ സേവന കേന്ദ്രം മുതലായ പൊതുപ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരിപാടിയിൽ പാർലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, സജീവൻ മുളങ്ങിൽ, TK ബിജുകുമാർ, ഉഷാരാജൻ, മനോജ് വെള്ളാട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പെരുമ്പള്ളിശ്ശേരി CIS അക്കാദമിയിൽ വിജയോത്സവം 2024 സംഘടിപ്പിച്ചു. പരിപാടി സിനിമാ താരം മിഥൂട്ടി ഉദ്ഘാടനം ചെയ്തു. 2024 SSLC +2, +1 CBSE പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച CIS അക്കാദമിയിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പാൾ മുരളി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റിംഗ് ഓഫീസർ ET രാജേഷ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് മുഖ്യാതിഥിയായി. രജനി PM, ചേർപ്പ് പഞ്ചായത്ത് അംഗം EV ഉണ്ണികൃഷ്ണൻ, വൈഷ്ണവ് രാമചന്ദ്രൻ, അലക്സ് ഡേവിസ് എന്നിവർ സംസാരിച്ചു. എല്ലാ കാര്യങ്ങൾക്കും വലിഞ്ഞു നിൽക്കുന്ന ബാക്കോട്ടായിരുന്നു ഞാൻ മൊത്തം.
അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ബാക്കിലോട്ട് പോകുന്ന ആൾക്കാർ അവന് ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരായിരിക്കും. അവൻ്റെ കഴിവ് ഞാനെന്നല്ല, നിങ്ങളുടെ എല്ലാവരിലും ആൾക്കൂട്ടത്തിനുള്ളിൽ ഒരാളുണ്ടാവും, കഴിവുകളുള്ള, ആരോടും പറയാത്ത. അവനെയൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കഴിവറ്റ ഒരു ആളെ നമുക്ക് കിട്ടും. ആ കാര്യം ഉറപ്പാണ്. നിങ്ങളെല്ലാവരും ശ്രമിക്കുക. അതായത് ഇപ്പോൾ പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും കൂടുതൽ ലഹരിയുള്ള ഒരു സംഭവം. സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ, അതൊക്കെയാണ് കൂടുതലും ഇപ്പോൾ എല്ലാവരും തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ 2 തരത്തിൽ യൂസ് ചെയ്യാം. ഒന്ന് മോശമായിട്ടും ഇന്നൊന്ന് നല്ലതിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ലതിന് വേണ്ടി മാത്രം ശ്രമിക്കുക. നല്ലത് വരട്ടെ ആശംസിക്കുന്നു. അമ്മ എന്ന മാന്ത്രിക സ്ത്രീ സൃഷ്ടിച്ച ജീനിയസ്, ബുദ്ധിയില്ലാത്ത എഡിസൺ. ബുദ്ധിയില്ലാത്ത എഡിസണെ മെൻലോ പാർക്കിലെ മാന്ത്രികനാക്കി മാറ്റിയത്, ഈ ലോകം കണ്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനാക്കി മാറ്റിയത് ആ അമ്മയായിരുന്നു. വലിയ വിജയങ്ങൾ നേടുമ്പോൾ, ഒരുപാട് അംഗീകാരങ്ങൾ വരുമ്പോൾ മക്കളോട് ഒന്ന് മാത്രമാണ് പറയുന്നത്: മൂല്യങ്ങളെ കൈവിടാതിരിക്കുക. സമൂഹം ഒരുപാട് പ്രതീക്ഷയോടെ നിങ്ങളെ നോക്കിക്കാണുന്നുണ്ട്. വിദ്യാഭ്യാസം എന്നാൽ ഒരു വ്യക്തിയിലെ ഉത്തമാംശങ്ങളുടെ ആവിഷ്കാരമാണ് എന്ന് ഗാന്ധിജി നിർവചിച്ചതുപോലെ, ആ ഉത്തമാംശങ്ങൾ, ഉത്തമമായ മൂല്യങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ മൂല്യങ്ങളുടെ കാവലാളായി മാറാനായിട്ടാണ് നമ്മൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നത്. ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിൽ അനധികൃതമായി കാറിൽ കടത്തിയ മദ്യവുമായി യുവാവിനെ പോലീസ് പിടികൂടി. കോഴിക്കോട് പേരാമ്പ്ര ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള മുബാസ് ആണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 180 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൊടകര പോലീസും ജില്ലാ പോലീസ് ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി. മാഹിയിൽ നിന്ന് കോട്ടയത്തേക്ക് ആഡംബര കാറിൽ മദ്യം കടത്തുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. മദ്യം കടത്തിയ സ്ക്വാഡ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. കേസുകളിലാക്കിയ മദ്യം കാറിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു. വിലപിടിപ്പുള്ള വിവിധ ബ്രാൻഡുകളുടെ മദ്യങ്ങളാണ് ഇയാൾ കടത്തിയത്. മാഹിയിൽ നിന്ന് വാങ്ങിയ മദ്യമാണ് ഇയാൾ കോട്ടയത്തേക്ക് കടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. തൃപ്രയാറിൽ തയ്യൽ സാമഗ്രികൾ വിൽക്കുന്ന കടയ്ക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. നാസ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ ത്രെഡ് ലാൻഡ് എന്ന കടയിലാണ് ശനിയാഴ്ച രാത്രി 8:15 തീപിടുത്തമുണ്ടായത്. സമീപത്തെ കടയിലെ ജീവനക്കാർ ഷട്ടറിന് മുകളിലൂടെ പുക വരുന്നത് കണ്ട കെട്ടിട ഉടമയെ വിവരമറിയിച്ചു. ഷട്ടറിന്റെ പൂട്ട് പൊളിച്ചെങ്കിലും കനത്ത ചൂട് മൂലം ഷട്ടർ ഉയർത്താനായില്ല. ഇതോടെ നാട്ടിക അഗ്നിരക്ഷാ സേനയെ അറിയിച്ചു. അവരെത്തിയാണ് ഷട്ടർ തുറന്ന് തീയണച്ചത്. വലപ്പാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കടയുടെ മുൻവശത്തെ തയ്യൽ സാമഗ്രികൾ കത്തി നശിച്ചു. കടയ്ക്കുള്ളിലെ ഗ്ലാസുകൾ പൊട്ടിത്തെറിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ അമ്മ വായന സംഘടിപ്പിച്ചു. പള്ളിപ്പുറം ALP സ്കൂളിലെ മദർ PTA നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ നടന്ന പരിപാടിയിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത്, വൈസ് പ്രസിഡന്റ് VP ധനലക്ഷ്മി, വായനശാല ലൈബ്രറിയൻ രാധാരഞ്ജൻ, വായനശാല അംഗങ്ങൾ, കുട്ടികളുടെ അമ്മമാർ, വിദ്യാർത്ഥികൾ, ബാലവേദി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മക്കൾ വായനയുടെ ലോകം തുറക്കുന്നതിന് അമ്മമാർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ലൈബ്രറി കൗൺസിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി അമ്മ വായന പരിപാടി സംഘടിപ്പിച്ചത്. പാലപ്പിള്ളി കാരിക്കുളത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടം. പാലപ്പിള്ളി കാരികുളത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടം. പരുന്തമ്പാറ ഭാഗത്തു നിന്ന് കട്ട കൊണ്ടുവന്ന ലോറി ഇറക്കത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു.
പാലോളി ഷെരീഫിൻ്റെ വീട്ടുപറമ്പിലേക്കാണ് ടിപ്പർ ലോറി ഇടിച്ചു കയറിയത്. പറമ്പിലെ തെങ്ങിലിടിച്ച ശേഷം തെങ്ങിനും കിണറിനുമിടയിൽ ലോറി തടഞ്ഞു നിന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളികൾ കിണറിൻ്റെ മുകൾ ഭാഗത്തേക്ക് വീണു. കിണറിൻ്റെ മുകളിൽ ഇരുമ്പുവല ഉണ്ടായിരുന്നതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. തെങ്ങിൻ്റെ തലഭാഗം ഒടിഞ്ഞ വീടിൻ്റെ ഗേറ്റും തകർന്നു. പരിക്കേറ്റവരെ വേലിപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടങ്ങൾ പതിവായി ഇറക്കത്ത് മൂന്നാം തവണയാണ് നിയന്ത്രണം വിട്ട വാഹനം ഷെരീഫിൻ്റെ വീട്ടുപറമ്പിലേക്ക് ഇടിച്ചു കയറുന്നത്. BKMU സംസ്ഥാന വ്യാപകമായി തരിശു ഭൂമികൾ കൃഷിയോഗ്യമാക്കൽ പദ്ധതിയുടെ ഭാഗമായി BKMU കർഷക തൊഴിലാളി ഫെഡറേഷൻ അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ കൃഷിയിറക്കി. BKMU ദേശീയ കൗൺസിൽ അംഗം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. BKMU മേഖലാ പ്രസിഡന്റ് ചാക്കോ മഠത്തിൽ വേണു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ മുഖ്യാതിഥിയായിരുന്നു. മേഖലാ സെക്രട്ടറി സജീവൻ മാക്കോത്ത്, CPI മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ TK മാധവൻ, KK പ്രദീപ്, ജ്യോതിലക്ഷ്മി, BKMU നാട്ടിക മണ്ഡലം സെക്രട്ടറി KB ജോഷി, വസന്തൻ, വസുന്ധര, KP ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഡ്രൈവിംഗിനിടെ ടോറസ് ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കയ്യോടെ പിടികൂടി ഗതാഗത കമ്മീഷണർ S. ശ്രീജിത്ത്. തൃശൂരിലൂടെ ശ്രീജിത്ത് സഞ്ചരിക്കുമ്പോൾ തിരക്കേറിയ പൊതുനിരത്തിലൂടെ ഡ്രൈവർ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് നേരിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡ്രൈവിംഗിനിടെ ടോറസ് ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കയ്യോടെ പിടികൂടി ഗതാഗത കമ്മീഷണർ S. ശ്രീജിത്ത്. തൃശൂരിലൂടെ ശ്രീജിത്ത് സഞ്ചരിക്കുമ്പോൾ തിരക്കേറിയ പൊതുനിരത്തിലൂടെ ഡ്രൈവർ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് നേരിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം RDO JBI ചെറിയാൻ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ട്രക്കിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്യാനും ഉത്തരവിട്ടു. നിലമ്പൂർ സ്വദേശിയായ ഡ്രൈവർ TM വിബീഷിന്റെ ലൈസൻസാണ് 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചതിന് പുറമെ ടോറസ് നിയമാനുസൃതമല്ലാതെ രൂപമാറ്റം വരുത്തിയതിനും നടപടിക്ക് കാരണമായി. വാഹനത്തിന്റെ മുൻവശത്തെ മറ്റ് യാത്രക്കാരുടെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം സ്പോട്ട് ലൈറ്റുകൾ അനധികൃതമായി ഘടിപ്പിച്ചിരുന്നു. ഭാരപരിധി മറികടക്കാൻ ഘടനയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കിയാൽ മാത്രമേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകൂവെന്ന് അധികൃതർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6765 രൂപ, പവന് 54,120 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ ശ്രീശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ നിർവഹിച്ചു. പെരുമ്പള്ളിശ്ശേരി CIS അക്കാദമി വിജയോത്സവം സംഘടിപ്പിച്ചു. ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിൽ അനധികൃതമായി കാറിൽ കടത്തിയ മദ്യവുമായി യുവാവിനെ പോലീസ് പിടികൂടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.